ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ടൈംബക്സിന് എൻ്റെ പുതിയ പേയ്മെൻറ്റ് പ്രൂഫും പിന്നെ ടൈംബക്സിനെ കുറിച്ച് പറയുവാനാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ടൈംബക്സ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഏർണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ടാസ്കുകൾ ചെയ്യാനുണ്ട്, സർവേസ് കംപ്ലീറ്റ് ചെയ്യണം, ഗെയിംസ് ഉണ്ട്, അങ്ങനെ പല പല ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല രീതിയിൽ ഏൺ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുമ്പത്തെയുള്ള വീഡിയോസിൽ എങ്ങനെയാണ് ടൈംബക്സ് യൂസ് ചെയ്യുന്നത്, ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ടൈംബക്സിൻ്റെ എൻ്റെ ലാസ്റ്റ് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇന്നാണ് വന്നത്. ഓക്കെ, ഡേറ്റ് കണ്ടാലറിയാം. നവംബർ 2, 2022 വന്നിരിക്കുന്നത്. $11.02 വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 909 രൂപയോളം വന്നിട്ടുണ്ട്. ഓക്കെ, വീക്ക്ലി ഏണിങ്സ് ആണ് ഇത്. വീക്ക്ലി ഏണിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈംബക്സിൽ വീക്ക്ലി ഏണിങ്സ് ആണ് കിട്ടാറുള്ളത്. പക്ഷേ നമ്മൾ $10 ആക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എമൗണ്ട് വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് $10 ആയത്, എനിക്ക് ലാസ്റ്റ് പേയ്മെൻറ്റ് വന്നത് സെപ്റ്റംബർ 28 അപ്പോൾ ഏകദേശം ഒരു 1 month ആയപ്പോഴാണ് ഞാൻ പിന്നെയും അടുത്ത $10 കംപ്ലീറ്റ് ആക്കിയത്. എനിക്ക് ഈ പ്രാവശ്യം $11 ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് എനിക്ക് $10 ആയത്. അപ്പോൾ തേഴ്സ്ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെനസ്ഡേ ആകുമ്പോൾ തന്നെ നമുക്ക് കട്ട് ഓഫ് ഇൻവോയ്സ് വരും, ഇത്ര എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് തേഴ്സ്ഡേ ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് തേഴ്സ്ഡേ ആണ് എനിക്ക് അക്കൗണ്ടിലോട്ട് $10 ആയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഏൺ ചെയ്യാൻ പറ്റി. $10 അല്ല, $11 അല്ല, ആക്ച്വലി ഞാൻ 12 അടുത്ത് ഏൺ ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ വെനസ്ഡേ വരെ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ടേ നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറുകയുള്ളൂ. ബാക്കിയുള്ളത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ആയിട്ട് ഉണ്ടാകും. ഓക്കെ, എൻ്റെ വാലറ്റിൽ $1.1750 വന്ന് ക്രെഡിറ്റായി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ്, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് സർവീസൊക്കെ കംപ്ലീറ്റ് ആയായിരുന്നു, കുറച്ച് സർവീസ് അധികമായിട്ട് കിട്ടിയായിരുന്നു. ഇന്നൊരു സർവേ കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് ഒരു $1 അടുത്തുള്ള ഒരു സർവേ എനിക്ക് ഇന്ന് കിട്ടിയായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ടാസ്കുകൾ. നമുക്ക് എന്തൊക്കെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ രാവിലെ കംപ്ലീറ്റ് ചെയ്ത ക്ലിക്സിൻ്റെയാണ്. ക്ലിക്സ് എന്ന് പറഞ്ഞ് പല ടാസ്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ മുമ്പുള്ള വീഡിയോസ് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് പിന്നെ ഡെയിലി പോള് ഇതൊക്കെ ചെയ്ത് 0.5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് എനിക്ക് EPX റിസർച്ചിൻ്റെ സർവേ ചെയ്തപ്പോഴേക്കും നിയർലി $1, ദാറ്റ് മീൻസ് 0.985 ആണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ഇന്ന് മോർണിംഗ് ആണ് ഞാൻ ഈ സർവേ കംപ്ലീറ്റ് ചെയ്തത്. അറൗണ്ട് 50 minutes ഉള്ള ഒരു സർവേ ആയിരുന്നു ഇത്. ഇതൊരു ഗൂഗിളിൻ്റെ സർവേ ആയിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് $1 അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇന്നലെ എനിക്ക് ഇതുപോലെ തന്നെ കുറച്ച് സർവീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ തിയോറം റീച്ചിൻ്റെ എനിക്ക് 0.060 ഒരു സർവേ ക്രെഡിറ്റ് ആയിരുന്നു. പിന്നെ ഒന്ന് രണ്ട് സർവീസ് ഇന്നലെ എനിക്ക് ക്രെഡിറ്റ് ആയിരുന്നു. ഓക്കെ, ഇത് തന്നെ EPX റിസർച്ചിൻ്റെ 0.395 എൻ്റെ ഒരു സർവേ ക്രെഡിറ്റ് ആയിരുന്നു. പിന്നെ ഒരു സർവേയും കൂടെ ക്രെഡിറ്റ് ആയി. ഓക്കെ, തിയോറം റീച്ചിൻ്റെ 0.080 ഒരു സർവേയും കൂടെ ക്രെഡിറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഏർണിങ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ടൈമാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ മോർണിംഗ് 9:30 ആകുമ്പോഴാണ് ഓസ്ട്രേലിയയിൽ മോർണിംഗ് 12 AM ആവുന്നത്. അപ്പം അതനുസരിച്ചാണ് ഇവിടെ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് 9:30ക്ക് മുമ്പ് ഇന്ന് 9:30 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 10:30 ആയുള്ളൂ. 9:30 കഴിഞ്ഞിട്ട് ഞാൻ $1 ഏൺ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഞാൻ ചെയ്ത ടാസ്കുകൾ 8 അതിൽ ഒരെണ്ണം ഏറ്റവും വലുത് ഒരെണ്ണം ചെയ്തത് സർവേയും, പിന്നെ ഞാൻ നേരത്തെ ചെയ്തിരുന്ന ടാസ്കുകൾ അപ്രൂവ് ആയതും, പിന്നെ ക്ലിക്സുമാണ് ചെയ്തിട്ടുള്ള ഈ 8 ടാസ്കുകൾ എന്ന് പറയുന്നത്. സർവേയിലാണ് എനിക്ക് 9.38 കിട്ടിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എനിക്ക് ലാസ്റ്റ് 7 ഡേയ്സിലെ ഏർണിങ്സ് നോക്കാം. ഓക്കെ, ഇന്നലെയും എനിക്ക് ഏകദേശം ഒരു $1 അടുത്ത് ഏകദേശം ആകാറായിട്ടുള്ള പോലെ കിട്ടിയായിരുന്നു. ഓക്കെ, ഇതാണ് ലാസ്റ്റ് 7 ഡേയ്സിൽ ഞാൻ ചെയ്തിട്ടുള്ള ടാസ്കുകൾ, എത്ര ടാസ്കുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ കാണുന്നത്. എത്ര ഏർണിങ്സ് എനിക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പുറത്ത് കാണിക്കുന്നത്. ഇത് ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെയാണ് ഈ $1 കിട്ടിയിരിക്കുന്നത്. 8 ടാസ്ക്കാണ് ഞാൻ ചെയ്തത്, $1 കിട്ടി. അതാണ് പറഞ്ഞാൽ നമ്മൾ സർവേ ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നത് സർവേയിലൂടെ മാത്രമാണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ എമൗണ്ട്സ് ആണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത് സർവേ, പിന്നെ ഓഫർ വോൾസിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനൊക്കെ കുറച്ച് എമൗണ്ട് കിട്ടും. പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ക്ലിക്സിനാണ് ഏറ്റവും കുറവ് കിട്ടുന്നത്. എന്നാലും ഡെയിലി ഒരു 50 ക്ലിക്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് 50 അല്ലെങ്കിൽ ഒരു 100 ഡെയിലി 100 ഞാൻ മീൻ ചെയ്യുന്നത് 0.100 ആണ് മീൻ ചെയ്യുന്നത്. 0.100 ഏൺ ചെയ്യായിരുന്നു ഡെയിലി. 0.100 ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല, അങ്ങനെ ഏൺ ചെയ്താൽ നോക്കിയാലും നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ഇന്നലെ എനിക്ക് ഇത് ഇന്നത്തെയാണ് $1. ഇന്നലത്തേത് ഞാൻ 80 ടാസ്ക് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് 0.752 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 250 കുറവ് $1. ഓക്കെ, അതിന് മുമ്പത്തെ ദിവസം ഞാൻ 0.524 ഏൺ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 51 ടാസ്കുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇന്നലെ. അതിന് മുമ്പത്തെ ദിവസം ഞാൻ 560 എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഓരോ ഡിഫറൻസ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടാസ്കുകളും നമ്മൾ ഏൺ ചെയ്യുന്നത് പല രീതിയിലാണ്. ഓരോ ടാസ്കുകൾ ഇതിൽ ഞാൻ കൂടുതൽ ഏൺ ചെയ്തപ്പോഴൊക്കെ എനിക്ക് സർവേ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് കൂടുതൽ എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ 33 ടാസ്ക് ചെയ്തു. അതിൽ 1.142ഉം 0.136ഉം കിട്ടിയിരിക്കുന്നത്. ഈ ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലിക്സ് കംപ്ലീറ്റ് ചെയ്തു, ടാസ്ക് ചെയ്തു, ജസ്റ്റ് സർവേസ് ഡിസ്ക്വാളിഫൈ ആയി. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ 100ഉം 100ന് മുകളിലായിട്ട് ജസ്റ്റ് ഒരു 200ന് താഴെയായിട്ട് നിൽക്കുന്ന എമൗണ്ട് എനിക്ക് 200 മീൻസ് 0.200 ആണ് ഞാൻ മീൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എനിക്ക് എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിന് ആഴ്ചയുടെ ഇതെന്ന് വെച്ചാൽ അതിന് കഴിഞ്ഞ തേഴ്സ്ഡേ ഞാൻ ഏൺ ചെയ്തത് 369 ആണ്. അത് ഏതൊക്കെയോ സർവീസ് ക്വാളിഫൈ ആയി, പിന്നെ ഡിസ്ക്വാളിഫൈ ആയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന് ഞാൻ 81 ടാസ്ക്കാണ് സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ ഓവറോൾ ഞാൻ ഈ വീക്കിൽ ചെയ്തത് 370 ടാസ്കുകൾ ഞാൻ ചെയ്തു. 370. ഓക്കെ, ഇത്രയും ടാസ്കുകൾ ചെയ്തിട്ട് ഞാൻ ഈ ഒരു വീക്കിൽ ഏൺ ചെയ്തിരിക്കുന്നത് 3.483 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ വാലറ്റിലുള്ള ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.750 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് ഇന്ന് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഏൺ ചെയ്തതാണ് 1.750. പേയ്മെൻറ്റ് കട്ട് ഓഫ് വന്നത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ 750 ഏൺ ചെയ്തത്. ഇന്ന് ഞാൻ $1 ഏൺ ചെയ്തു. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിലോട് സൈനപ്പ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ആദ്യം തുടങ്ങിയപ്പോൾ എനിക്കും പറ്റത്തില്ല എന്ന് തോന്നിയിരുന്നു, പക്ഷേ ഇപ്പം വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് പേയ്മെൻറ്റ്സ് കിട്ടിയതിൽ ടോട്ടൽ എനിക്ക് ഇത്ര നാളായിട്ട് ഞാൻ ഒരു 4-5 മാസമായെന്ന് തോന്നുന്നു. ഞാൻ ടോട്ടൽ ഇത്ര നാളായിട്ട് ചെയ്തിട്ട് 7 മാസമായി. 7 മാസം കൊണ്ട് ഞാൻ ഏൺ ചെയ്തത് ഇവിടെ ടോട്ടൽ കാണാൻ പറ്റും. എനിക്ക് ഓവറോളായിട്ട് പേ ചെയ്തിരിക്കുന്നത് $76.23 ആണ്.
ഇത് ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6300 ഒക്കെ വരും. 6300 ഒക്കെ വരും. അത് ഡോളേഴ്സിൻ്റെ ആ സമയത്തുള്ള ആ എമൗണ്ട് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് ആ സമയത്തുള്ള ഡോളേഴ്സിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ക്രെഡിറ്റ് ആയപ്പം ഡോളറിൻ്റെ വാല്യൂ ഇത്തിരി ഉയർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി കൂടുതലായിട്ട് ക്രെഡിറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി ടോട്ടൽ പെയ്ഡ് ബോണസസ് എന്ന് പറയുന്നത് ഞാൻ ഡെയിലി ഗോൾസ് അച്ചീവ് ചെയ്തപ്പോൾ കിട്ടിയത്, അതാണ് ഈ കാണുന്നത്. ഓക്കെ, എല്ലാം കൂടെ ഉള്ള ഓവറോളാണ് ഏകദേശം ഒരു 6300 രൂപ. എന്തായാലും ഞാൻ 6 മാസം കൊണ്ട് ഒരു 6300 രൂപ ഏൺ ചെയ്തു. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏൺ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏൺ ചെയ്യുക. മന്ത്ലി അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എൻ്റെ അടുത്തുനിന്ന് മീൻസ് എൻ്റെ വീഡിയോസ് കാണുന്ന കുട്ടികൾ വേറെ കുറച്ച് ആളുകൾ വീക്ക്ലി വരെ ഏണിങ്സ് കിട്ടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും പിന്നെ വളരെ ഈസി ആയിട്ട് തോന്നും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.